അങ്ങനെ ശങ്കരൻ വീണ്ടും തെങ്ങമ്മേത്തൻ, ലാൻഡ്മാനും വീണ്ടും ലാൻഡ്മാൻ. എന്റെ ആളെയും ചെയ്ത പുണ്യം. അതുകൊണ്ട് നന്നായില്ലേ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാലോ. അങ്ങനെ ഒരു ഗുണം മാത്രമേ ഉള്ളൂ അതിനകത്ത്. ഒരു പുതിയൊരു എക്സ്പീരിയൻസ്. കുറച്ചാള് മാറുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത്. ആലപ്പുഴ കുഴപ്പമില്ല, പക്ഷെ അവിടുത്തെ ഒരു ഉണ്ട് രാജപ്പൻ, MG രാജപ്പൻ, ഭയങ്കര ചൂടന. അയാൾ ഓവർസീർ ആയപ്പോ ഞാൻ അയാളോട് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ആണല്ലേ, ചൂടനല്ലേ അയാള്, ഭയങ്കര ചൂടനാവും. പക്ഷെ മറ്റുള്ള ജീവനക്കാർക്ക് നല്ല സഹകരണമായിരുന്നു. ഈ ആലപ്പുഴ ഉണ്ടല്ലോ നല്ല ഭക്ഷണം കിട്ടും. പക്ഷെ ഞാൻ കറക്റ്റ് ആലപ്പുഴ അല്ല, കുറച്ച് മാറിയിട്ടാണ്. പക്ഷെ എന്നാലും അവിടെ ഒരു സുശീലേച്ചിന്റെ കടയുണ്ട്, അവിടെ നല്ല കിട്ടില്ല മീൻകറി കിട്ടും. എന്റെ ജീവിതത്തിൽ ഇത്ര നല്ല മീൻകറി ഞാൻ കഴിച്ചിട്ടേ ഇല്ല. പിന്നെ എന്നിട്ട് ഞാൻ വെക്കുന്ന മീൻകറിയൊക്കെ അങ്ങ് തോട്ടിലോട്ടായിരിക്കും എറിയുന്നത്. എന്നാ ചായ ചായ. ഉമ്മേഷ് ആയതൊക്കെ എന്തെടുക്കുന്നു ഫാസിലിക്ക? പഴയ പോലെ തന്നെ, ഒരു മാറ്റവും. ആണോ? കഴിഞ്ഞ ആഴ്ച 2 ഗ്ലാസും 2 കൂട്ടാൻ ചട്ടിയും പൊട്ടിച്ചു. അതെന്തായിരുന്നു കാര്യം? അത് ഉമ്മച്ചി 2 കൂട്ടാൻ ചട്ടി പൊട്ടിച്ച ഉടനെ തന്നെ ഓള് ഒന്നും നോക്കില്ല, 2 ഗ്ലാസ് എറിഞ്ഞ് ഒരൊറ്റ പൊട്ടി. ഓന് കോംപ്രമൈസ് ആക്കി. ഒരു പരിഹാരമുണ്ട്, മാറണം, നീ മാറണം. ഞാനിനി അങ്ങോട്ട് ട്രാൻസ്ഫർ വാങ്ങാനാ? ട്രാൻസ്ഫറിന്റെ കാര്യമല്ല, നിന്റെ സ്വഭാവം മാറണോ? നിന്റെ സ്വഭാവം ഓൾക്ക് പ്രശ്നമല്ലെന്നേ, ഓല് തമ്മിലാ സ്വഭാവം മാറ്റണ്ട്. അപ്പൊ ജിന്ന് വരില്ലല്ലോ അല്ലേ? ഇല്ല, ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ്. പിന്നെ മാത്രമല്ല കുറച്ച് ലീവ് ഉണ്ടല്ലോ, അവര് കളയണ. എന്നാ പിന്നെ ഞാൻ ചായ കുടിക്കണം. എന്തെങ്കിലും കഴിച്ചിട്ട് കൂടെ കഴിക്കാൻ എടുക്കുന്നാല് ഇതൊക്കെ ഞാൻ പറയാമോ? ഒരു സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞിറങ്ങി. എന്റെ അളിയനാടാ എന്റെ അളിയൻ, അതൊക്കെ എന്റെ അളിയൻ. കണ്ടാ, എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞാൽ ഇത്ര കൃത്യനിഷ്ഠമുള്ള ഒരു മനുഷ്യൻ 10 മണിക്ക് എത്തണം എന്ന് പറഞ്ഞാൽ 9:99 എത്തും ആളവിടെ. അല്ല, 9:59 എത്തും. അമ്മ ഇപ്പോഴും അച്ഛൻ്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുകയാണല്ലേ? ഓ, എങ്ങനെയാടാ മറക്കുക, എന്റെ ജീവിതം എങ്ങനെ ആക്കിയ മനുഷ്യനല്ലേ. എത്ര ആലോചനകൾ വന്നാ. ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ ഈ മനുഷ്യനെ ഞാൻ പെണ്ണ് കെട്ടിക്കില്ല. എണ്ണി പകരം ചോദിക്കില്ല. ഒന്നുമില്ല മക്കളെ, ഒന്നുമില്ല. എങ്ങനെ വീഴാതിരിക്കുക പറഞ്ഞാൽ കേക്കില്ലല്ലോ. അവിടെ വെള്ളം കൊടുത്തോ? കേക്കില്ല. വെളി ഇറങ്ങി കളിക്കരുത് പറഞ്ഞാൽ കേക്കില്ല. പിന്നെ എന്താ പറയണത്? പറഞ്ഞ അനുസരണം അവിടെ പോയി മൂപ്പത്തിനാ വീണു. കുട്ടികൾ പുറത്തുനിന്നല്ലെന്ന് കളിക്കുക. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാതെ കൊച്ചിലോട്ട് കൊണ്ടുപോയി കുടിക്കാൻ വെള്ളം കുടിക്കും മക്കളെ. വേറെന്താ പറ്റിയത്? ഈ കാലം തുടച്ചുകൂടെ നീ ഇത് കൈ ഇല്ല അത്രയൊന്നും ഇല്ല. അതൊന്ന് കഴുകിട്ടേ കുറച്ച് ഓയിൽമെന്റ് എടുത്ത് വെച്ചാ മതി. തങ്ക നിനക്ക് കുറച്ച് ശ്രദ്ധ അവിടെ കിടക്കണം. ഓക്കെ, ആ വേസ്റ്റും ഓലമടലും എല്ലാം ചീഞ്ഞണിഞ്ഞു കിടക്കണം. വലിയ ആൾക്കാർ നടന്നാ വീഴും, പിന്നെ കൊച്ചു വീഴാതിരിക്കോ? എത്ര ദിവസം നിങ്ങളോട് ഒന്ന് വൃത്തിയാക്കാൻ പറയണം? അതിന് പറ്റൂല. എന്തൊരു കോലമാണ് ഇത്, മനുഷ്യ താമസിക്കുന്ന വീടാണ്. എന്റെ വീട് എപ്പോ വൃത്തിയാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇനി കഴുത ഈ മഴയത്ത് അത് വൃത്തിയാക്കി കഴിഞ്ഞാലേ വീണ്ടും മഴ പെയ്ത് ചെളി കെട്ടിട്ട് ഇതെല്ലാം അവിടെ ഒന്ന് കൂടും. ആ കൊടുക്കുന്ന കാശ് വെറുതെ പോകൂലേ? ഇതാണ് നിങ്ങൾക്ക് എല്ലാത്തിനും ഉണ്ട് മുട്ടായത്തിനായം. പിന്നെ അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ വെച്ചോ. ഈ മടിയുണ്ടല്ലോ, ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, ഇല്ല ഇങ്ങനെയൊക്കെ പറ്റും. ഈ വീട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് അമ്മ വളമൊക്കെ ഉള്ള ഇവിടെ. ഇത് എന്റെ വീട്ടുകാരിയല്ല, ഞാൻ ചെയ്തോളാം. എന്തെങ്കിലും ചെയ്യാൻ പാടില്ലേ? ഓനെ പെങ്ങള് കുട്ടിയാണ്ടോ അത്? ഓന് കുറച്ച് ദണ്ണുണ്ടാവും, അത് തെച്ച് മനസ്സിലാക്കാത്തേ. ആണോ? അവനെ പെങ്ങളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ. ഓന്റെ പെങ്ങളും കൂടിയാ. അയ്യോ, അതന്ന് അത് പേടിക്കാല്ലേ. ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഓയിൽമെന്റ് ഇരിക്കേണ്ട അവിടെ അത് തേച്ചാ മതി. ആയിരിക്കൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? പ്രപ്പോസലാ? പിന്നെ എന്റെ അച്ഛൻ ഒരുപാട് ശ്രമിച്ചു എന്റെ കല്യാണം മുടക്കാൻ. ഇനിയിപ്പൊ ഈ ആയിട്ടേക്ക് പെണ്ണുണ്ടാക്കണ്ട. അറിയണ കാര്യങ്ങൾ പിന്നെയും പിന്നെ എന്നെ കൊണ്ട് ചോദിപ്പിക്കും. ഡെറ്റോളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും സോപ്പ പൊടിയൊക്കെ ഇട്ടൊന്ന് കഴുകി ഇച്ചിരി ഓയിൻമെന്റ് വെച്ചോളൂ. അത്രേ ഉള്ളൂ സംഭവം. അല്ലാണ്ട് നല്ല തന്ത. ഓ പോടാ, കൊച്ചിവിടെ വീട് കിടക്കുന്നു. പിന്നെ പറഞ്ഞി എന്നെന്തിനു പറഞ്ഞ? കൊച്ചു വീണ ഞാൻ കാരണമാണോ? പിന്നെ ആരെ പറയണം? എന്ത് ആ വായിന്ന് കൂടെ അറിയപ്പെട്ടില്ലേ? ഒരു ഉത്തരവാദിത്തമില്ലാത്ത 15 വർഷം മുമ്പ് കഴിഞ്ഞ കാര്യത്തിൽ ഇപ്പോഴത് പറഞ്ഞോണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. 15 വർഷമല്ലേ, 30 കൊല്ലം കഴിഞ്ഞാൽ ഞാൻ പറയും. 15 കൊല്ലായിട്ട് ആ ചങ്ങായിക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? നിന്റെ വീട്ടിലോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് ഈ ഇടയ്ക്കിടയ്ക്ക് നീ ക്ലീറ്റാനെ പറയാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നൊന്നുമില്ല.
മതി 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 കൊറേ നേരമായിട്ട് കിടന്ന് അലമ്പുന്നു കൊച്ചു മറിഞ്ഞവന് ഇവിടെ കിടക്കുന്നു പാടി വയ്യേ നമുക്ക് കഴുകിയിട്ട് നാറ്റ പൂച്ചെടി പിഴിഞ്ഞൊഴിച്ച് കെട്ടിക്കൊടുക്കാം. എന്ത് പൂച്ചടി? ആ നിങ്ങൾക്കത് അറിഞ്ഞൂടല്ലേ, കമ്മ്യൂണിസ്റ്റ് വെച്ചാ നല്ല മരുന്നാ. കൊറേ അഭിനയം ഒരു കുഴപ്പമില്ല അവക്ക്. എന്നെ പോലെ അല്ലായിരുന്നു ചേച്ചി. ചാടി കളിക്കരുത് കേട്ടാ, പതുക്കെ പതുക്കെ. അതെ ഫാസിലെ, ഇന്നാള് ഫാസില് പറഞ്ഞില്ലേ ഈ വീടും പരിസരമൊക്കെ നന്നാക്കാൻ വേണ്ടി ഹിന്ദിക്കാരെ കിട്ടുന്ന ഒരാളെ റെഡിയാക്കി തരുമോ? അതിന് ഞങ്ങളെ കുടുംബത്തിലുള്ളല്ലോ. ആ ഞങ്ങളെ കുടുംബത്തിലുള്ളല്ലോ, അതിന് വേറെ ആൾക്ക്. ദൈവമേ, കുടുംബക്കാർക്ക് മാത്രം ഒരാളെ റെഡിയാക്കി ഉണ്ടല്ലോ ഈ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു പറയും ഞാൻ എന്റെ കുടുംബത്തിലുള്ള ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ ഓന്റെ കുടുംബത്തിൽ അഞ്ച് കുടുംബന്മാര് അല്ലല്ലോ എനിക്ക് മനസ്സിലാവില്ല. ഓളിങ്ങനെ ഓളെ പെങ്ങളെ മാതിരി കാണാൻ ഓളിങ്ങനെ പറയുമ്പോ ചങ്കാ കത്തുന്നത് ചത്തുപോയി എനിക്ക് ഇത്ര സങ്കടം ചാവില്ലെന്ന്. തനിക്കിപ്പോ ഒരാളെ റെഡിയാക്കി തരാൻ പറ്റുമോ? അല്ല അങ്ങനെ പറ്റുമോ? ഒരാളെ വിളിക്കുന്ന വൃത്തിയാക്കിയിട്ട് അമ്മ അവളെ ദണ്ണം മനസ്സിലാൻ പറ്റാടോ. പറ്റുമോ ഒരാളെ കൊണ്ടുവരാൻ? പറ്റുമോ? പൈസ അവൻ തരും. ആ പൈസ ചെയ്തെങ്കിൽ ആളെ ഞാൻ കൊണ്ടുവരും. പൈസ എന്റെ ഓനാ തരുന്നെങ്കിൽ ഒരാളെ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കില്ല. അവസാനം എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുക്കുന്നില്ല. നീ എന്താ ആദ്യം കേട്ട പോലെ ഇവിടെ എന്ത് കാര്യത്തിന് ഞാൻ പൈസ തരാത്തത്? നീ ഒരാളെ വിളിക്കാൻ നോക്ക്. അത് ഞാൻ ഏർപ്പാട് കിട്ടുമോ? നേരത്തെ അന്ന് ഇടയ്ക്ക് വന്നെ എടോ മെറ്റോൻ തന്നെ വേണമെന്നുണ്ടോ? ഏതെങ്കിലും ഒരു ഹിന്ദിക്കാരനെ ഏൽപ്പിച്ചെന്നാ പോരെ നിങ്ങൾക്ക്? ആരായാലും മതി, വൃത്തിയായി കിടന്നാൽ മതി. നീ പോയാ കൊച്ചിനെന്താ നോക്ക്. ഒരു 200 രൂപ ഉണ്ടോ? ചിട്ടി പൈസ 200 രൂപ ഉണ്ട്. തരാം, ഹിന്ദിക്കാരന്റെ പൈസ അതും കൂടി അങ്ങ് തിരിച്ചു തന്നാ പോരെ? അതാ അമ്മയോട് പറ. അമ്മ വേണ്ട വേണ്ട അല്ല പെൻഷൻ കാശിന് കുറച്ച് വേണ്ട 5000 രൂപ 200 കുറച്ച് ഹിന്ദിക്കാരന്റെ പൈസ കുറച്ച് മേടിച്ചോളാം. വേണ്ട വേണ്ടല്ലോ. നീ മറ്റാളെ വിളിക്കാൻ നോക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ പെങ്ങളെ കെട്ടിക്കണ്ടില്ലേ കേട്ടോ, ഒറ്റക്ക് പോറ്റിന് ഇത്ര ചെലവുണ്ടാവില്ലേ? അവൾ ഇറങ്ങി പോയല്ലേ, നമ്മളിപ്പോ അറിഞ്ഞിട്ടില്ലല്ലോ അത്. माँ कुछ काम है तो बोलो माँ, मैं करेगा ना, इतना टाइम वेस्ट किया है ना. बोलो മലയാളം നഹി मलयालम नहीं माँ. എന്താ ചെയ്യണേ ഇപ്പൊ? വീട്, हाँ മുറ്റം, मुट्ठा ക്ലീൻ. क्लीन, वो क्लीन करने के लिए हाँ माँ करेगा, मैं करेगा. किधर करने का? वो पूरा करने का वो കിതർ എവിടെ ബഹാം ദേക്കോ. हाँ देखो माँ. എടി പെണ്ണെ നിനക്കും ഒന്നും അറിഞ്ഞൂടെ? എന്തോ കാണിയാ? മുറ്റം, वो मुट्ठा ഓല, ഓല ചീഞ്ഞ്, ओले चीन क्या है वो? തെങ്ങ്, തെങ്ങ്, തെങ്ങ്. वो नारियल है ना? നാരിയൽ, ഓല, ഓല, मालूम नहीं माँ, मेरे को ऊपर नहीं है. ഓല. മോളി കാരണ കാര്യം പറയണെന്ന് തോന്നുന്നു. പറയുന്നുണ്ട്. हाँ ഓല 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 കട്ട്. वो कट करने के लिए वो किधर है? मैं करेगा माँ. കിതർ पूरा करने का ബഹാം ബഹാം ബഹാം. അമ്മ ഈ ലഡാക്കിലും ലുഡാക്കിലൊക്കെ നടന്നിട്ട് അമ്മയ്ക്ക് മര്യാദക്ക് പറയാൻ അറിയാൻ പറ്റും. ഇതിനൊക്കെയുള്ള ഹിന്ദിയാണ് ഞാൻ പഠിച്ചത്. ഹിന്ദി ഒന്നും സംസാരിക്കത്തില്ല ഇവിടെ. ഞങ്ങൾ VIP-കളല്ലായിരുന്നു. അദ്ദേഹം ആരായിരുന്നു? ഞങ്ങൾ ഇംഗ്ലീഷല്ലേ സംസാരിച്ചോണ്ടിരുന്നത്. അന്ന് ഇംഗ്ലീഷിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. അച്ചുവിട്ട് പോയില്ലേ അതിന്റെ? ഇത്ര കാലമായി. ആ ഇനിയിപ്പോ നമുക്ക് പറഞ്ഞു നോക്കാം. കട്ട് അല്ലേ? ബൈറ്റോ കനക. അതെ, ഒരു കച്ചവടത്തിന് നമ്മൾ പോകുമ്പോൾ സമാധാനമായിട്ട് പോകണം. അല്ല ചാടി വീണ ഉടനെ മരം കണ്ട് വില പറഞ്ഞിട്ട് എനിക്കത് വേണ്ട, ഇത്ര രൂപയ്ക്കാണ് മതി എന്ന് പറഞ്ഞിട്ടല്ല വരേണ്ടത്. അത് എടുത്താൽ നമുക്ക് 25,000 രൂപ ലാഭം കിട്ടിയേനെ. കുന്തം കിട്ടിയാണ്. എടാ എനക്ക് മരക്കച്ചവടത്തിനെ കുറിച്ച് എന്താ അറിയാം? എനിക്കൊന്നും അറിഞ്ഞൂടാ. എടാ അതിന് കാതലില്ല, അത് പണിയെടുക്കാൻ പറ്റില്ലാന്ന്. അമ്മാവാ, ഒരു മരത്തിൽ നിന്ന് തന്നെ 1,00,000 രൂപ ലാഭം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നടക്കൂല. അതിൽ 25,000 രൂപ കണ്ണടച്ച് കിട്ടി പോയേനെ. നിന്നെ ഞാൻ കൊണ്ടുപോയത് എന്തിനാ? ഒരു 500 രൂപയ്ക്ക് കുറച്ച് കിട്ടുമെന്ന് അറിയാനല്ലേ? അതിന് സമാധാനം വേണ്ടേ? എപ്രാളപ്പെട്ട് പിന്നെ ഇത് ശരിയാവില്ല, ഇത് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാ. അതെ, അതെന്തായാലും ശരി, ആ കച്ചവടം നടക്കില്ല. ഇക്കാൻ മരം വേണ്ട. അതെ, ഇപ്പൊ കച്ചവടം വേണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വന്നു, നാളെ ഇനി നേരിട്ട് വന്ന് അയാളെടുത്ത് ഇത് കച്ചവടം നടത്തരുത്. അങ്ങനെ നടത്തിയാൽ എന്റെ കമ്മീഷൻ എനിക്ക് തന്നേക്കണം. അതാണ്. അപ്പൊ അനക്ക് കമ്മീഷനെ വേണ്ടു, എനിക്ക് ലാഭം ഉണ്ടോ ഇല്ലെന്ന് നോക്കണ്ട. ആ മരം ഞാൻ മേടിക്കുന്നില്ല, പോരെ? മേടിക്കായിരുന്ന കുഴപ്പമില്ല. വാട് ഒന്ന് നിന്നേ, ആ തക്കളിക്ക് ഇച്ചിരി പേരൊക്കെ മേടിച്ചോട്ടെ. അല്ലടാ, നീ ആ തങ്കത്തിനൊന്ന് വിളിച്ചോക്കാ, തക്കളിക്ക് എന്തെങ്കിലും സാരൊന്നും ഉണ്ടാവില്ല. അല്ലടാ, കൈയടിച്ചല്ലേ വീണത്, ഇനി വല്ല ക്രാച്ച് ആയിട്ട് നീരുണ്ടോ നോക്കാൻ അത് വിളിക്കേ. ഏയ് ഞാൻ കുഴപ്പമൊന്നും വരൂല. നാടൻ പേരൊക്കെ ഉണ്ടാ ഇല്ലേ? ഓ അവനും അപ്പുറത്ത് മേടിക്കാം. ആ അടി
തക്കളി മോൾ എന്ത് ചെയ്യണ്? കളിക്കുന്ന ആ ശ്രദ്ധിച്ചോണേ ഇനി അവിടെ ചെന്ന് അങ്ങനെ ഇങ്ങനെ വീടല്ലേ. ആ പണിക്കോ? ആ അതെ, അത് ഞാൻ പറഞ്ഞല്ലേ ഈ മഴയത്ത് ചെയ്യേണ്ട, ഇച്ചിരി വേനലായിട്ട് ചെയ്താൽ മതിയെന്ന്. ആ എന്തായാലും വിളിച്ചല്ലേ, പൈസ കൊടുക്കുമ്പോഴേ പകുതി കാശ് കൊടുത്താൽ മതി. ആ അത്രയും കൊടുത്താൽ മതി, ഒന്നും പറയില്ല. അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് കാശ് കൊടുക്കാം. ആ ഞാൻ വരാം. ആ അമ്മാനുണ്ടല്ലോ ഇവിടെ. ശരിയൊന്ന് എന്താണ് അവിടെ ഇതില്ലേ ചെളി വൃത്തിയാക്കാനായിട്ട് ബംഗാളിയെ നിർത്തിയിരിക്കണം. ആരേനെ? ബംഗാളിനെ. ഓ, നിങ്ങൾക്കൊന്നും ബോധം വിവരമില്ലടാ. ആരെങ്കിലും ഇന്നത്തെ കാലത്ത് ഈ ബംഗാളിനൊക്കെ വിളിച്ച് വീട്ടിലെ പണിക്കെടുത്തോ? പിന്നെ പണിക്ക് ആളെ കിട്ടണ്ടേ? ബംഗാളിനല്ലേ കിട്ടുള്ളൂ. ബംഗാളിനല്ലേ കിട്ടും. 500 രൂപ ലാഭം വിചാരിച്ചിട്ടില്ല ഇപ്പൊ നീ ഇങ്ങനത്തെ ഈ ബംഗാളികളെ വിളിച്ച് പണിക്ക് വിളിക്കുന്നത്? അതുകൊണ്ട് എന്താ കുഴപ്പം? എടാ, നാട് മുഴുവൻ ബംഗാളികളാണ്. അവർ ചെയ്യണ അക്രമൊന്നും നീ പേപ്പറിലും ടി വിയിലൊന്നും കാണില്ലേ? പണിയുണ്ടോന്ന് വെച്ചിട്ട് പകല് വരും, എന്നിട്ട് വീട് അന്വേഷിച്ചിട്ട് രാത്രി വന്നിട്ട് കക്കും. ഒരാളില്ലാത്ത സ്ഥലത്തല്ലേ ആ ജിഷ എന്ന് പറഞ്ഞ പെണ്ണിനെ പെരുമ്പാവൂര് വീട്ടിൽ കയറിയിട്ട് എങ്ങനെയാടാ കൊന്നത്? മനുഷ്യത്വമുള്ളതും ചെയ്യാ പണി. നീയേ ആ കോളേജിന്റെ അവിടെ ചെന്നോക്ക്. ബംഗാളികൾ ഇങ്ങനെ നിരന്ന് നടക്കണ്ടാവും അതീതിയും കഞ്ചാവ് വിറ്റിട്ട് ഈ കുട്ടികളെ മുഴുവൻ മയക്കുമരുന്ന് കൊടുത്ത് നാശാക്കാണ് അവര്. ഇവിടെ നമ്മുടെ വീട്ടിലിപ്പോ എന്താ പ്രശ്നം? എടാ, കനകൻ അവിടെ ഉണ്ടാവും ഉറപ്പുണ്ടാവും. ചേച്ചിയും തക്കളി മാത്രമല്ലേ ഉള്ളൂ. ഇവർ എന്തെങ്കിലും കയറിയിട്ട് അവരെ കാണിച്ചാലോ? ഒറ്റ എണ്ണത്തിന് സ്വയബോധമില്ല. നാട്ടിൽ എവിടെ നോക്കിയാലും പാൻപരാക്ക് ക്യാൻസർ നിരോധിച്ചിരിക്കുക. പക്ഷെ ഇവരുടെ കയ്യിൽ ഏത് സമയത്തും കാണാം. ബോധമില്ലാണ്ട് ലഹരിയിലെ നടക്കണ വിറ്റ ഉണ്ടാവുമെന്നല്ല, ഈ വരണോരെ എങ്ങനത്തോരാന്ന് അറിയോ? നമ്മുടെ ആൾക്കാരനെ വന്നു കഴിഞ്ഞാൽ അവരെ വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ എവിടുന്നോ വന്ന് ഭാഷയും നാടും അറിയാത്തവര്. കണ്ടെണ്ണുണ്ട് തടിമാടന്മാര്. അവരവർക്കാണ്ട് വൃത്തിയാക്കിയാൽ മതി. സമാധാനം അതിലും തുറന്നിട്ടെ. തങ്കം തക്കളേ, അമ്മാവോ അകത്തൊന്നും ആരും കാണുന്നില്ലല്ലോ. എവിടെ പോയി ഇവര്? തങ്കം എന്താ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് വാതിൽ തുറന്നിട്ട് ഇങ്ങനെ മടക്കരുതെന്ന്. തക്കളെ എവിടെയാണ്? അവളും അമ്മയും കൂടി അകത്ത് കിടന്ന് ഉറങ്ങുന്നു. എവിടെ തക്കളെ? എന്താ? എവിടെ? എന്തുവാ കുന്തം? ഞാൻ പലപ്പോഴും പറഞ്ഞുള്ളൂ, ഒന്നാമത് വിശ്വസിക്കാൻ പറ്റുന്ന കാലമാണ്. വാതിൽ തുറന്നിട്ട് അവളങ്ങ് നടക്കേ. ആ ബംഗാളി എവിടെ? ബംഗാളിയുടെ കടയിലോട്ട് പോയി. എന്തിന്? സാധനങ്ങൾ മേടിക്കാൻ. സാധനം മേടിക്കണം എന്നോട് പറയണം. നീ എന്തിനാ അവനെയൊക്കെ പറഞ്ഞു വിടണേ? ബംഗാളിയുടെ കയ്യിലെ കാശ് കൊടുത്തിട്ട് അവനെ കാശ് കൊണ്ട് മുങ്ങില്ലാന്ന് ആര് കണ്ടു? അതെണ്ണത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ബംഗാളി ആരാ ഇവിടെ ഏർപ്പാടാക്കിയ? അവനോട് പറയണ അടിച്ചവന്റെ കരണക്കുരി ഞാൻ തിരിക്കുന്നു. എന്താ രണ്ടുപേർക്കും ഇപ്പൊ പ്രശ്നം? പിന്നെ എന്റെ വീട്ടിൽ ആരെ പണിയെടുക്കണം? ഈ ബംഗാളികളൊക്കെ എങ്ങനെ വിശ്വസിക്കും? എന്താ കുഴപ്പമില്ല, മാന്യമായിട്ട് ഇവിടുന്ന് പണിയെടുക്കാൻ 500 രൂപ കൊണ്ട് എന്റെ വീട്ടിലെ കാര്യം നോക്കാൻ എനിക്കറിയാം. അത് എനിക്ക് ആർക്ക് എത്ര വെപ്പാണ് ഈ കണ്ണി കണ്ട ബംഗാളിയെ വിളിച്ച് പണിയെടുപ്പിക്കാൻ? അയാൾ പോയല്ലോ. അയാൾ ഇപ്പൊ തന്നെ തിരിച്ചു വരും. പിന്നെ കോപ്പ് വരും. അയാളെ കാശ് കൊണ്ട് മുങ്ങി. 500 രൂപ കൊണ്ട് മുങ്ങാൻ പോവല്ലേ? അവനെ കണ്ടമ്മോ? അവന്റെ താടിയും കള്ള ലക്ഷണം അവന്റെ മുഖത്തേലുണ്ട്. പിന്നെ നീ എന്തിനാ അവനോട് ദേഷ്യപ്പെടുന്നത്? ഏത് ബംഗാളിനെ വിശ്വസിക്കാൻ പറ്റിയ? ബംഗാളികളോട് ആരായാലും ദേഷ്യപ്പെടും. അവർ അമ്മാരിയിൽ ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. നീ പേപ്പറൊന്നും വായിക്കുന്നില്ലേ? എടാ, മാല കക്കാൻ പോയ ബംഗാളിന് ഒരു പെൺകുട്ടി തടുത്തിരുത്തി സ്കൂളിൽ പഠിക്കണേ. അതിന്റെ കഴുത്തേ കറിക്കറിയണ കത്തിയോണ്ട് ഇങ്ങനെ കോഴീനെ അറക്കും പോലെ അറുത്തു വന്ന്. എനിക്ക് വളർന്നു പറഞ്ഞൊരു പെങ്കൊച്ചുണ്ട്. എനിക്കതൊക്കെ നോക്കിയേ പറ്റുള്ളൂ. ഇയാൾ അങ്ങനത്തെ നമ്മൾ എന്തിനാണ് എല്ലാരും ഒരുപോലെ കാണുന്നത്? എല്ലാരും ഒരുപോലെ അല്ല, ബംഗാളികളെ കാണണം. കള്ളന്മാരാണ് അവർ. ജോലിക്ക് വേണ്ടി അവർ നാട്ടിൽ വരുന്നത് എല്ലാരും അങ്ങനെ കാണരുത്. നമ്മള് മലയാളികൾ എത്ര സ്ഥലത്ത് പോകുന്നു. അവനെ വീട്ടിൽ സംഭവിക്കുമ്പോഴേ അത് തന്നെ ഉണ്ടാവും. എന്റെ ഇവിടെ പഠിക്കോ? അമ്മ ഞാൻ പറഞ്ഞത് എന്താ തെറ്റ്? എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ട്. നമ്മൾ എല്ലാവരും അടച്ചേക്ഷപ്പിക്കാൻ പാടില്ലെന്നേ. നീ എന്ത് പറഞ്ഞാലും ശരി, ബംഗാളികൾ കള്ളന്മാരാ. അപ്പൊ മലയാളികൾ കള്ളന്മാരില്ലേ? മലയാളി കള്ളന്മാരില്ലേ? എല്ലായിടത്തും എല്ലാ തരത്തിലുള്ള ആൾക്കാരുണ്ട്. ബംഗാളികൾ നമ്മൾ അടച്ചേക്ഷപ്പിക്കാൻ പാടില്ല. എത്രയോ പ്രഗത്ഭരും പ്രശസ്തരും ആൾക്കാരുണ്ട്. രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിചന്ദ്ര ചാറ്റർജി, സത്യജിത് റേ, അങ്ങനെ എത്ര പ്രശസ്തരുണ്ട് അവിടെ. അതൊക്കെ പഴയ കാലം. ഇത് ഇപ്പോഴത്തെ ഇവനൊക്കെ ഉണ്ടല്ലോ, വെറും കഞ്ചാവും കള്ളും അത് പിടിച്ചടക്കണമാരാ. നിങ്ങൾ കള്ളു കുടിക്കാറില്ലേ? മര്യാദ സംസാരിക്കണം കേട്ടല്ലോ. ഒരാൾ അങ്ങ് തല്ലിയേക്കും അങ്ങോട്ട്. അത് ഭയങ്കര മോശമായി. ഞാനൊന്നും പറയണ്ട. രണ്ട് കൊടുത്ത് നീ പറഞ്ഞു വിട്ടു. അതിൽ ഒരു തെറ്റില്ല. ഔട്ട് കൂട്ടാ വേണ്ടത്. ഇവനെന്തിനാ പിന്നെ ഇങ്ങോട്ട് വരുന്നത്? അയാൾക്ക് പറയാനുള്ള പറഞ്ഞാണ്.
वो बैलेंस पैसा देने के लिए मैं അയ്യോ बैलेंस पैसा देने के लिए नहीं वो सामान पकड़े ना സാധനം മേടിച്ചതിന്റെ ബാക്കി പൈസ കൊണ്ടുവന്നാ वो മാല പറഞ്ഞ കള്ളന്മാരാണെന്ന്. और चॉकलेट और लड़की की दे दो मेरे को ये ऐसा बेटी है ना घर में मेरे को बहन है मेरे को अच्छा अम्मा एല്ലാം इधर है ना അയാൾക്കൊണ്ട് അച്ഛനും അമ്മയും സഹോദരിയും മക്കളും ഒക്കെ മനസ്സിലായോ? पैसा देखनी मैं इधर आया तो इधर ज्यादा पैसा मिलेगा ना काम अच्छा करने के लिए मेरे നാട്ടിൽ എത്തിർത്താൻ പൈസ കിട്ടാത്തോണ്ട് അന്യനാട്ടിൽ വരുന്ന ജോലിക്ക് ഇതുപോലൊരു മോള് അയാൾക്കുണ്ട്. അതിനെ മുട്ട മേടിച്ചിട്ടുണ്ട് നമ്മൾ പിടിക്കുമോ? അമ്മാവൻ പറഞ്ഞ പോലെ കള്ളനായിരുന്നെങ്കിലേ ഈ പൈസ കൊണ്ടുവരായിരുന്നു ബാക്കി പൈസ. പിടിക്കടി. കഷ്ടം. ഇത്രയും സത്യസന്ധനായ ഒരു ചെറുക്കനാണല്ലോ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ക്ലീറ്റസേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇത് എന്റെ വീടാണ്. ഇവിടെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. നീ പോയി പണിയെടുക്കടാ. എടാ അവന് മനസ്സിലായില്ല. എടാ ഒന്ന് ഹിന്ദിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. माफ करे भैया मैं कल पर तू काम कर ओ सही प्लीज. പാവം. കഷ്ടം. അല്ലെങ്കിൽ എന്റെ ഈ എടുത്തേട്ടം കുറച്ച് കൂടുതലാ. മനുഷ്യനെ മനസ്സിലാക്കി ജീവിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മനുഷ്യരാ. അയ്യേ എന്തൊരു നല്ല മനുഷ്യര്. Alien versus Alien.